ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് നാൾ മുമ്പ് എൻ്റെ രജിച്ചേട്ടൻ ബീഫ് വയ്ക്കുന്ന ഒരു വീഡിയോ ഞായിട്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു. അപ്പോൾ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ചിക്കനാണ്, പ്രവാസി ചിക്കൻ. അന്ന് പ്രവാസി ബീഫ് കറി എന്നും പറഞ്ഞാണ് ഇട്ടത്. ഇത് പ്രവാസി ചിക്കൻ. അപ്പോൾ പ്രവാസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നും എന്താണ് അതിനൊരു പ്രത്യേകത, ചിക്കൻ കറിയെല്ലാം ഒരുപോലെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഞങ്ങൾ വിദേശത്ത് പ്രവാസികളായി താമസിക്കുന്നവർക്കത് മനസ്സിലാവും. ഒറ്റയ്ക്കും കൂട്ടായ്മയായിട്ടും അവിടെ അവധി ദിവസങ്ങളിലൊക്കെ കറി വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ മസാലക്കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ പരിചയപ്പെടുന്നത്. മെയിനായിട്ടും നമ്മൾ ചേർക്കുന്നത് തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. എല്ലാവരും നാട്ടിൽ മിക്സിയിലിട്ട് അടിക്കും. പക്ഷെ ഞങ്ങൾ പ്രവാസികൾ കൂടുതലും ചെയ്യുന്നത് ഇതെല്ലാം ചതച്ചെടുക്കുകയുള്ളൂ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് ചേർക്കുമ്പോഴുള്ള പ്രത്യേക ടേസ്റ്റ്. ഇതെല്ലാം അങ്ങോട്ട് ചട്ടിയിലിട്ട് നല്ലതുപോലെ വഴട്ടും. സവാള നല്ലതുപോലെ ചേർക്കും. തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അതിനകത്തേക്കിട്ട് നല്ലതുപോലെ ഇളക്കും. വെള്ളം ചേർക്കില്ല, കാരണം ചിക്കനിൽ തന്നെ ജലാംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ അതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ജലാംശം ആ ചിക്കനിൽ തന്നെ ഉണ്ടാവും. ഈ പറഞ്ഞ കൂട്ടിലേക്ക് തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഈ ചിക്കനിട്ട് നല്ലതുപോലെ ഇളക്കണം. അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. പുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. പിന്നെ അത് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആവശ്യത്തിന് ഗ്രേവി കൂടുതൽ വേണമെന്നെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അമിതമായി പോയാൽ അത് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇതുപോലെയുള്ള കറികളൊക്കെ വയ്ക്കാൻ. അപ്പോൾ എൻ്റെ ചേട്ടനാണ്, രജി എന്നാണ് പേര്, മൂത്ത ചേട്ടനാണ് ഈ കറി വയ്ക്കുന്നത്. പിന്നെ അടുത്ത് വയ്ക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ രതീഷ്, എൻ്റെ പേര് രാജേഷ്. നമ്മൾ 3 പേരും സൗദി അറേബ്യയിൽ ഒരുപാട് വർഷം നിന്നവരാണ്. ചേട്ടൻ 20 വർഷം ഉണ്ടായിരുന്നു. അച്ഛനും ഏകദേശം 20 വർഷം അടുപ്പിച്ചുണ്ടായിരുന്നു സൗദിയിൽ. രണ്ടാമത്തെ ചേട്ടനും ഏകദേശം ഒരു 2-3 വർഷം ഉണ്ടായിരുന്നു. ഞാൻ 7 വർഷം സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ആഹാരം പാചകം ചെയ്ത് കഴിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നമുക്കെല്ലാം തന്നെ വയ്ക്കാൻ അറിയാം. ചിക്കൻ, ബീഫ്, പിന്നെ മീൻകറി, വെജിറ്റബിൾ കറി ഏതും പെണ്ണുങ്ങൾ വയ്ക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും. കാരണം ഞങ്ങൾ ദീർഘകാലം വിദേശത്ത് താമസിച്ചതുകൊണ്ട് സ്വന്തമായിട്ട് ആഹാരം വെച്ച് കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം അവിടെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഓണസദ്യ വരെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ശ്രമിച്ചാൽ പാചകം നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ്. കാര്യം വീട്ടിൽ പെണ്ണുങ്ങളില്ല, അല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നമ്മൾ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം ഒരല്പം മെനക്കെടാൻ തയ്യാറായാൽ നമുക്ക് ആണുങ്ങൾക്കും നല്ല ടേസ്റ്റായിട്ട് കറി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കുരുമുളക് ആണ് ചേർക്കുന്നത്. അത് ലാസ്റ്റിലേ ചേർക്കുക. ആദ്യമേ കുരുമുളക് ഇടാൻ പാടില്ല. മറ്റുള്ള മസാലകളൊക്കെ ഇട്ട് ആവശ്യത്തിന് ഒരു പകുതി വേവൊക്കെ ആയതിന് ശേഷം കുരുമുളക് ചേർത്താൽ മതി. ആദ്യമേ നമ്മൾ കുരുമുളക് ഇടണ്ട. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. ഈ ഗ്രേവി നമ്മൾ ആവശ്യത്തിന് മതി. നമുക്ക് എങ്ങനെയാണോ ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഗ്രേവി ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു 3 കിലോ ചിക്കനാണ്. അതിന് വേണ്ടുന്ന ചീനി കപ്പയുണ്ട്. ഇത് മല്ലിയില, അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കും. അപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ മല്ലിയില ഇഷ്ടമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. കാര്യം ഞാൻ ഇങ്ങനെയുള്ള കറികളിലൊക്കെ മല്ലിയില ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു രുചിയും വേറെ തന്നെയാണ്. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ അത് ലാസ്റ്റിൽ മതി. ഈ കുരുമുളക് ഇട്ടതിന് ശേഷം മല്ലിയില ചേർക്കുക, ഒന്ന് ഇളക്കി വയ്ക്കുക. ഈ ഒരു കറി കഴിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ പിന്നെ എരി ഒരല്പം കൂടുതൽ ചേർക്കും. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ എരി ചേർക്കേണ്ട. പക്ഷേ നമ്മൾ പ്രവാസികൾ അങ്ങനെയാണ്, സാധാരണ അല്പം എരി കൂടുതൽ കഴിക്കുന്നവരാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയിലൊക്കെ ഒരല്പം എരി ഉണ്ടാവും, കൂടുതലുണ്ടാവും. ഈ ഷാപ്പ് കറി എന്നൊക്കെ പറയുന്നത് പോലെ, ഷാപ്പിലെ കറി കൂട്ടിയിട്ടില്ലേ, അതുപോലെ ഒരല്പം എരി ഉണ്ടാവും.